പ്രോബിലിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ട് ചെറിയ ടോപ്പിക്സ് കൂടി നോക്കാം. ഫ്രീക്വൻസി റേഷ്യോ. കൺസിഡർ റാൻഡം എക്സ്പെരിമെൻറ്റ്. ലെറ്റ് എ, capital A, be an event associated with the random experiment. Let us repeat the experiment n times. Let the event A happen f out of n repetitions of the random experiment. Then f by n is called the frequency ratio or relative frequency of the event. എന്താണ് ഫ്രീക്വൻസി റേഷ്യോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ എക്സാം 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യുക. ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്യുന്നോ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ. ലെറ്റ് എ ബി എൻ ഇവൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ റാൻഡം എക്സ്പെരിമെൻറ്റ്. ആ റാൻഡം എക്സ്പെരിമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇവൻ്റാണ് ക്യാപിറ്റൽ എ എന്ന് വിചാരിക്കുക. ലെറ്റസ് റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് n ടൈംസ്. n എന്ന് പറഞ്ഞാൽ എത്ര തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു നമ്പറാണ്. n ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ലെറ്റ് ദ ഇവൻറ്റ് എ ഹാപ്പൻ f ഔട്ട് ഓഫ് n റെപ്പിറ്റീഷൻസ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. n ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ f ടൈംസ് ആ പർട്ടിക്കുലർ ഇവൻറ്റ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ ഹെഡ് കിട്ടുന്നതാണ് ഒരു ഇവൻ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ 10 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്തു, കോയിൻ ടോസ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ n പറയും 10, അല്ലെങ്കിൽ n-ൻ്റെ വാല്യൂ 10 എന്ന് പറയും. അതിൽ ഔട്ട് ഓഫ് 10 നമ്മൾ 6 ടൈംസ് ഹെഡ് കിട്ടി. സോ നമുക്ക് ഇവിടെ f എന്ന് പറയുന്നത് 6 ആക്കിയിട്ട് പറയാം. സോ ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ 6/10 ആണ്. f by n. f എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തവണ ആ ഇവൻ്റ് കിട്ടി എന്നുള്ളതാണ്. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര തവണ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ്. സോ അതാണ് ഫ്രീക്വൻസി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. Law of statistical regularity. The outcomes of a random experiment vary in an unpredictable manner, but if we consider sequence of frequency ratios, we can observe a regularity. We notice that these frequency ratios have a tendency to become more and more stable as the number of repetitions of the experiment increases. The frequency ratio appears to approach a fixed number as the number of repetitions is increased. This tendency of frequency ratios to stabilize is common in all random experiments. This phenomenon is known as statistical regularity. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരു ലോ ആണ് പറയുന്നത്. നമുക്കറിയാം റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ് അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് എക്സാക്റ്റ് ഒരിക്കലും പറയാൻ കഴിയില്ല. ബട്ട് നമ്മൾ ഫ്രീക്വൻസി റേഷ്യോസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൊരു റെഗുലാരിറ്റി നമുക്ക് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതായത് ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കും അത് പോകുന്നുണ്ടാവുക. ഈവൻ ദോ ഇവൻ്റ് അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ പോലും. ഓക്കെ, വി നോട്ടീസ് ദാറ്റ് ദീസ് ഫ്രീക്വൻസി റേഷ്യോസ് ഹാവ് എ ടെൻഡൻസി ടു ബിക്കം മോർ ആൻഡ് മോർ സ്റ്റേബിൾ ആസ് ദ നമ്പർ ഓഫ് റെപ്പിറ്റീഷൻസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ഇൻക്രീസസ്. അപ്പോൾ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി പറയുന്നത് നേരത്തെ പറഞ്ഞ ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര തവണ നമ്മൾ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നു, അതിൽ നമുക്ക് എത്ര തവണ ആ പർട്ടിക്കുലർ ഇവൻ്റ് കിട്ടുന്നു എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു f/n എന്നുള്ളതാണ്. അതാണ് ഫ്രീക്വൻസി റേഷ്യോ. എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര തവണ ആ എക്സ്പെരിമെൻ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, അതിൽ f എന്ന് പറയുന്നത് എത്ര തവണ നമുക്ക് ആ ഇവൻ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞത് കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൽ ഹെഡ് കിട്ടുന്നതാണെങ്കിൽ ഇപ്പോൾ 10 ടൈംസ് നമ്മൾ കോയിൻ ടോസ് ചെയ്തു, അതിൽ 6 തവണയാണ് നമുക്ക് ഹെഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫ്രീക്വൻസി റേഷ്യോ 6/10 ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെൻ്റ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ, ഈ ഫ്രീക്വൻസി റേഷ്യോ ഒരു സർട്ടൻ റെഗുലാരിറ്റി കാണിക്കുന്നുള്ളതാണ്. അതായത് നമ്പർ ഓഫ് റെപ്പിറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് ഇതൊരു പർട്ടിക്കുലർ വാല്യൂയിലോട്ട് കൺവേർജ് ചെയ്യുന്ന പോലെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. The frequency ratio appears to approach a fixed number as the number of repetition is increased. This tendency of frequency ratio to stabilize is
ഈസ് കോമൺ ഇൻ ഓൾ റാൻഡം എക്സ്പെരിമെൻറ്റ്. ദിസ് ഫിനോമിനൻ ഇസ് നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. അപ്പോൾ ഈ ഒരു ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. When we toss a coin a number of times, the frequency ratio number of heads equal to f by n, where f is the number of heads obtained when a coin is tossed n times. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് ബൈ എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി റേഷ്യോ എന്ന് വിചാരിക്കുക. അതിൽ n എന്ന് പറയുന്നത് ടോട്ടൽ എത്ര തവണ നമ്മളത് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിൽ എഫ് എന്ന് പറയുന്നത് നമുക്ക് എത്ര തവണ ആ പർട്ടിക്കുലർ ഇവൻറ്റ് കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ് അല്ലെങ്കിൽ ടൈല് ഏത് വേണേൽ ആക്കാം. ദിസ് എഫ് ബൈ എൻ ഷോസ് എ ടെൻഡൻസി ടു കം ക്ലോസർ ആൻഡ് ക്ലോസർ ടു 0.5 ആസ് വി ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടോസസ്. Therefore, there is a tendency for f by n to stabilize to 0.5. അപ്പോൾ നമുക്കറിയാം ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/2 അല്ലെങ്കിൽ 0.5 ആണ്. അപ്പോൾ നമ്മൾ എത്ര തവണ ഈ എക്സ്പെരിമെൻ്റ് ആവർത്തിച്ചോ അതിൽ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി റേഷ്യോ എത്രയാണോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 6/10 അല്ലെങ്കിൽ 7/10 ഒക്കെയാണ് നമുക്ക് കിട്ടിയത്. അതായത് 10 തവണ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തു, അതിൽ 7 തവണ നമുക്ക് ടെയിൽ അല്ലെങ്കിൽ ഹെഡ് കിട്ടി. അപ്പോൾ 7/10 ആണ്. ഇത് നമ്മൾ ഇവൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നോ നമുക്ക് ഈ ഫ്രീക്വൻസി റേഷ്യോൻ്റെ വാല്യൂ, അതായത് എഫ് ബൈ എന്നിൻ്റെ വാല്യൂ 0.5 അടുത്ത് വരുന്നതായിട്ട് കാണാം. 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടാനോ ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി 0.5 ആണ്. അപ്പോൾ ഈ 0.5 അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാം നമ്മൾ കൂടുതൽ തവണ ഈ ഇവൻറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ. സോ ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. റൈറ്റ്.